സീറ്റ് കിട്ടാത്ത ഇവരുടെ കുട്ടികൾക്ക് ഡിഗ്രിക്ക് സീറ്റ് കിട്ടാത്ത നിരവധിയായ മനുഷ്യരായിരുന്നു. ഈ എഴുപത്തി കുട്ടികൾ മുഴുവനും ആ രീതിയിൽ സീറ്റ് കിട്ടാത്ത ആളുകളാണ്. ഇത് കളവ് പറയുകയാണ്. ഈ മനുഷ്യരുടെ മക്കൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ വാങ്ങിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കുട്ടിയുടെ പ്ലസ് വൺ അഡ്മിഷൻ ഇല്ല, പ്ലസ് വൺ അഡ്മിഷൻ ഇല്ല, ഡിഗ്രിക്ക് അഡ്മിഷൻ ഇല്ല, ഡിഗ്രിക്ക് അഡ്മിഷൻ ഇല്ല, ഈ മനുഷ്യരുടെ മക്കൾക്ക് അഡ്മിഷൻ ഇല്ല. ഈ 40 മനുഷ്യർക്ക് അഡ്മിഷൻ ഇല്ല. ഈ ജില്ലയിൽ 60 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ് ഈ ജില്ല. 60 ലക്ഷത്തോളം തിങ്ങിപ്പാർക്കുന്ന ഈ ജില്ലയിൽ സീറ്റ് കിട്ടാത്ത മനുഷ്യർ ചർച്ചയിലേക്ക് വരുന്ന ഈ സീറ്റ് കിട്ടാത്ത മനുഷ്യർ ചർച്ചയിലേക്ക് കയറി വന്ന് അഡ്മിഷൻ ചോദിക്കുന്നതാണ് ഈ നാട്. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ പ്ലസ് വണ്ണിന് പഠിക്കാൻ സീറ്റില്ലാത്ത കുട്ടികൾ ഈ ചർച്ചയിലേക്ക് കയറി നമ്മുടെ സീറ്റിന്റെ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ തർക്കിക്കാൻ ഇടതുപക്ഷത്തിന് യാതൊരു ഒരു മിനിറ്റ് ചോദിക്കുന്നത് നിങ്ങളോടാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സഖാവ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ പറയുന്നത് കോപ്പി അടിച്ചിട്ടാണ് മലപ്പുറം ജില്ലയിലെ വിജയം അല്ലേ? ആ വിജയം ഈ പ്രാവശ്യം വിജയ ശതമാനം കൂടി നിങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ല. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എന്താ അവകാശമുള്ളത്? അല്ല, കുറെ കാലായി കോപ്പി അടിച്ചു, VS പറഞ്ഞു. ഇതൊന്നും ഏൽക്കൂല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മലപ്പുറത്ത് മലപ്പുറം ജില്ലക്കെതിരെ ജാഥ നടത്തിയത് വഴിക്കളയിൽ നിന്നാ. ഈ വഴിക്കളയിൽ നിന്നാണ് ഈ തൃപ്പൂണിത്തരക്കാരൻ സ്വരാജിന് കഴിയോ? നിലമ്പൂർക്കാരനല്ല സ്വരാജ് എന്ന് തൃപ്പൂണിത്തരയിൽ പോയി പ്രസംഗിച്ച ആളാ സ്വരാജ്. ഇവിടെ ഇത് വളരെ അപകടകരമായ ഒരു ചർച്ചയാണ്. ഏതൊരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും മലപ്പുറത്തെ ഫോക്കസ് ചെയ്ത ഒരു ആന ചത്താൽ, അല്ലെങ്കിൽ ഏതൊരു തെരഞ്ഞെടുപ്പിലും മലപ്പുറത്തെ പറയട്ടെ, മലപ്പുറം ജില്ലക്കെതിരെ വഴിക്കളവിൽ നിന്നിട്ടാണ് കോൺഗ്രസിന്റെ ജാഥ തുടങ്ങിയത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഇത്തരത്തിലുള്ള ആക്ഷേപമൊന്നും ജനം വിശ്വാസത്തിലെടുക്കില്ല. ഞാൻ പറയാം, മലപ്പുറം ജില്ലയിൽ ഇവിടെ ഈ പറയുന്നുണ്ടോ പ്ലസ് വണ്ണിന് സീറ്റില്ല, ഈ കുട്ടികളെ കൊണ്ടുവന്നു. ആ കുട്ടിയോട് ചോദിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പറയട്ടെ അല്ല, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ സീറ്റില്ലാത്തത് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോ ഇപ്പോൾ മലപ്പുറത്ത് 80,000 കുട്ടികൾക്ക് സീറ്റില്ല. ഈ നാട്ടിൽ സീറ്റില്ല. ഈ ഷബീർ മലപ്പുറം ജില്ല ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് അല്ലേ? യുവജന കമ്മീഷൻ അംഗമല്ലേ? ഈ കുട്ടികളുടെ എന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് പറഞ്ഞാൽ ഈ നാടുകൾ UDF-കാരല്ല, ഈ മലപ്പുറം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഈ വിഷയം +2ന്റെ സീറ്റിന്റെ അൻവർ ഈ വിഷയം ഉയർത്തിയത് കൊണ്ട് ഇതുപോലെ നിരവധി വിഷയങ്ങൾ ജനസംഖ്യാനുപാതികമായി മലപ്പുറം ജില്ലക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. 15 ലക്ഷമുള്ള ആളുകളുള്ള വയനാടിന് ഒരു ജില്ലാ കളക്ടറുണ്ട്, 3 മണ്ഡലങ്ങളുണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കണം, മലപ്പുറം ജില്ല വിഭജിക്കണം ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളുടെ നിലപാടെന്താണ്? ഇവിടെ ജനസംഖ്യാനുപാതികമായി വിഭാഗം ലഭിക്കാൻ വേണ്ടി ആവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലയിൽ ഉൾപ്പെടെ എല്ലായിടത്തും നടത്തണം. അതിനൊരു പറയട്ടെ, ഇവിടെ ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അഷ്റഫ് അലി നേരത്തെ സൂചിപ്പിച്ചത്. അതിന് മറുപടി